ഫ്രണ്ട് ആപ്പ്, ദോസ്ത് ആപ്പ്, വൈബിലി ആപ്പ്. അപ്പോൾ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ടോക്കിംഗ് ആപ്സ് ആണ് ഈ ആപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്ന് മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ ആപ്സ് ഉണ്ട്. പക്ഷേ ഈ മൂന്നെണ്ണമാണ് നമ്മൾ എപ്പോൾ നോക്കിയാലും ആഡ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഈ ആപ്സിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ആപ്പിൽ ആണുങ്ങൾക്ക് ഇത് കയറണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം, പെയ്ഡാണ്, ഫ്രീ അല്ല. സെയിം ടൈം ലേഡീസിന് ഫ്രീ ആണ്. ലേഡീസിന് ഈ ആപ്ലിക്കേഷനിൽ കയറി സംസാരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം, അവർക്ക് അങ്ങോട്ട് പൈസ കിട്ടും, ഫ്രീ കോസ്റ്റ് ആണ്. പക്ഷേ ആണുങ്ങൾക്ക് ഇതിന് പൈസ മേടിക്കും. ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വേറെ പെർസ്പെക്റ്റീവിലാണ്. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ചൂഷണം ചെയ്യുവാണ്. നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് നമുക്കറിയാം, പണ്ട് തൊട്ടേ നമുക്ക് ഒരുപാട് ദാരിദ്ര്യങ്ങളുണ്ട്. ലൈംഗിക ദാരിദ്ര്യമുണ്ട്, പിന്നെ എല്ലാത്തരം ഒരു സ്ത്രീയോട് വർത്തമാനം പറയുന്നത് പോലും ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ കൾച്ചറിൻ്റെ കുഴപ്പമാണത്. കാരണം ആണും പെണ്ണും ചെറുപ്പമായിട്ട് തന്നെ ചേരരുത്, ഫ്രണ്ട്സ് ആകരുത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്, ഓക്കെ, പീസ്ഫുള്ളി കോഎക്സിസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ലേഡീസിൻ്റെ അടുത്തും കൊച്ചുനാൾ തൊട്ട് തന്നെ പല വീട്ടിലും പറയുന്നുണ്ട്, ആൺകുട്ടികളൊക്കെ മോശമാണ്, അവരോട് സംസാരിക്കരുത്, കല്യാണപ്രായം എത്തുമ്പോഴത്തേക്കും ഒരാളെ നിനക്ക് ഞങ്ങൾ കണ്ടുപിടിച്ച് തരും, അതാണ് നിങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മെയിൽ എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോഎക്സിസ്റ്റിംഗ് ഒക്കെ അവിടെ മതി. സെയിം ആണുങ്ങളുടെ അടുത്തും പറയാറുണ്ട്, മറ്റേ പെൺപിള്ളേരായിട്ട് സംസാരിക്കരുത്, അത് ഇപ്പോൾ പബ്ലിക്കിൽ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ അല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ യൂത്ത് കുറച്ച് ഡെവലപ്ഡായി, കുറച്ചുകൂടി ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ ആ കുട്ടിയായിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ ആ ദാരിദ്ര്യത്തെ മുതലെടുക്കുവാണ് ഈ ആപ്ലിക്കേഷൻസ്. സോ മുതലെടുപ്പ് അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ട്, അതൊക്കെ ഫാക്റ്റാണ്, ദറ്റ്സ് ട്രൂത്ത്, ഓക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാരണം എന്താണ്, ഇപ്പം ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആപ്പിലൂടെ കിട്ടുന്നതാണ് റിയൽ ഇൻട്രാക്ഷൻ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ നമ്മളെപ്പോലെ മനുഷ്യരാണ്, ഓക്കെ, അവരുടെ അടുത്ത് സംസാരിക്കുന്നത് നോർമലാണ്, ഓക്കെ, ദാറ്റ്സ് നാച്ചുറൽ ബയോളജി, ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ബയോളജി, നാച്ചുറൽ സ്റ്റഫ്, അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, സോ ജസ്റ്റ് സിമ്പിൾ സ്റ്റഫ്. പക്ഷെ അതിനെ നമ്മളിങ്ങനെ വില കിട്ട് പൂട്ടി കൊച്ചുനാൾ തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് അത് തെറ്റ് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി നോക്കുന്നത് പോലും വലിയൊരു ഒരു എവറസ്റ്റ് കീഴടക്കിയ പോലത്തെ ഫീലിംഗ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കുഴപ്പമാണ്. സോ ഇതിനെ ചൂഷണം ചെയ്ത് നമ്മുടെ പുരുഷന്മാരെ വീണ്ടും ഇൻസെക്യൂറാക്കി. അപ്പോൾ അവരോർക്കും ഒരു ഫ്രണ്ട് ആപ്പിൽ ഒരു 10-30 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് ഒരാളോടൊരു 5 മിനിറ്റ് ഇങ്ങനെ പിടിച്ചു നിന്ന് സമയം എണ്ണി സംസാരിക്കുന്നതാണ് ഒരു ഇൻട്രാക്ഷൻ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് കിട്ടാതാകുമ്പോഴത്തേക്കും അവർ പൈസ ഇറക്കാൻ തുടങ്ങും വീണ്ടും. കാരണം അവർക്ക് സംസാരിക്കണം, കാരണം റിയൽ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലത്. അവർക്ക് കിട്ടിയേക്കുന്നത് വിർച്വൽ വേൾഡിലാണ്. അതും പണം കൊടുക്കണം, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പുറം നിൽക്കുന്ന ആൾക്കാർ ജെന്യൂൻ അല്ല, അവർക്ക് പണം ഉണ്ടാക്കാൻ വന്നേക്കുന്ന ലേഡീസ്. അവിടെ ഈ ആപ്പിലെ ലേഡീസ് ഒന്നും സംസാരിക്കാൻ വന്നേക്കുന്നല്ല, ദേ ആർ ദെയർ ഫോർ ജസ്റ്റ് മേക്കിംഗ് ദ മണി, ഓക്കെ, ബിക്കോസ് അവർക്ക് ഫ്രീ സർവീസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് ആണുങ്ങൾക്ക് പെയ്ഡാണ്. സോ അപ്പുറത്തിരിക്കുന്ന ആൾ അത്രയും ജെന്യൂൻ അല്ല, എന്നിട്ട് പോലും അതാണ് റിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് കരുതി അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ എന്ന് കരുതി നിൽക്കുന്ന ആൾക്കാരെ അത് കിട്ടാതാകുമ്പോഴത്തേക്കും സൊസൈറ്റിയിൽ ലേഡീസ് ഉണ്ട്, സമൂഹത്തിൽ സ്ത്രീകളുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ടാബുകൾ ഉള്ളിലുണ്ട്. അവർ വന്നേക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലി, ദ വേ ദേ ഗ്രൂ അപ്പ്, സോ അതൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് തന്നെ. ദേ കാൺ ടോക്ക് ടു ദ ലേഡീസ് ഇൻ സൊസൈറ്റി, സോ ദേ ഫൈൻഡ് ഷെൽട്ടർ ഇൻ ദീസ് ആപ്ലിക്കേഷൻസ്, ഓക്കെ. സോ ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ബാൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഓൾ കംസ് അണ്ടർ ദിസ് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ടോക്കിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ വരും. ഒമേഗല്, ഇപ്പോൾ ഡിസ്കോഡ് പോലും ആ ടൈപ്പ് പ്ലാറ്റ്ഫോമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ബാൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, ബിക്കോസ് ഒരു ആപ്പ് ബാൻ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 100 ആപ്സ് വിൽ പോപ്പ് അപ്പ്, ജസ്റ്റ് ലൈക്ക് ഒമേഗൽ ഡിഡ്, ഓക്കെ. അതായത് ഒമേഗൽ എന്ന് പറഞ്ഞ ആപ്പ് ക്രിയേറ്റ് ചെയ്ത ആൾ, അല്ല സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെ അത് നിർത്തി, ബിക്കോസ് അത് പിഡോഫീലിയ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പിള്ളേർക്ക് പിന്നെ പ്രൊഡക്റ്റേഴ്സിന് അറ്റാക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ക്രിയേറ്റർ തന്നെ ആ ആപ്ലിക്കേഷൻ ആ സൈറ്റ് അങ്ങോട്ട് ബാൻ ചെയ്തു. അപ്പം ഒറിജിനൽ സൈറ്റ് ബാൻ ആയപ്പോഴത്തേക്കും 100 കണക്കിന് പുതിയ സൈറ്റുകൾ വന്നു. ദ സെയിം ഹാപ്പൻസ് ഹിയർ. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഫ്രണ്ട് ആപ്പും വൈബിലിയും ദോസ്തൊക്കെ ബാൻ ആയി കഴിഞ്ഞാൽ 100 ആപ്പ് വീണ്ടും വരും. നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള പുരുഷന്മാരുടെ മെൻറ്റാലിറ്റിനെയാണ്. ഇനിയെങ്കിലും ഈ ടാബ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ അകത്ത് ലേഡീസിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബി ഫ്രണ്ട്ലി, ഓക്കെ, ജസ്റ്റ് ആരെയും ഇങ്ങനെ വെറുപ്പ് വെച്ച് നോക്കാതിരിക്കുക. ഇപ്പോഴും സമൂഹത്തിലുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ വഴികൾ നടന്നു പോകുമ്പോഴത്തേക്കും കാണുന്നൊരു കാര്യമാണ്, പല ലേഡീസിനും പേടിയാണ്. ആരെ പേടിക്കുന്നത്? സമൂഹത്തിൽ ഇപ്പം ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരാളെ പേടി, അത് നാച്ചുറലാണ്, ഓക്കെ, ദാറ്റ്സ് ജസ്റ്റ് അഡ്രിനാലിൻ കിക്കിങ് ഇൻ, ഫൈറ്റ് മോഡ്, ദാറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷേ സമൂഹത്തിൽ 100 ആൾക്കാർ വഴി നിൽക്കുവാണ്, ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് പോലും ഒരാളെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്ന പറയുമ്പോൾ ഭയങ്കര, അത് അവിടെയും ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണെന്നേ.
ഒന്നെങ്കിൽ ട്രോമ ആയിരിക്കാൻ പറ്റില്ല, അല്ലെ കുട്ടിക്കാലത്ത് വളർന്നു വന്ന സാഹചര്യം, വീട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന ആണുങ്ങളൊന്നും നമ്പില്ല, അവരെല്ലാം ചീത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചേക്കുമ്പോഴത്തേക്കും അവർ പിന്നെ വഴിയോ ആരെ കണ്ടാലും നീ വില്ലനാണ്, നീ എന്നെ ഉപദ്രവിക്കാൻ വരും, ആ ഒരു ചിന്താഗതിയാണ്. I can understand, okay, I can understand. You've been brought up in a situation like that. Maybe you have trauma, shit like that, but still, ഒരു നോർമൽ ആയിട്ടുള്ള ഇപ്പം വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്, ഒരു ഹായ് ബൈ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സമൂഹത്തിലും പീസ്ഫുള്ളി മെയിൽസിനും ഫീമെയിൽസിനും കോക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ ഈ പറഞ്ഞ എല്ലാ ലോൺലിനെസ് എപ്പിഡമിക് ആയാലും ഈ ദാരിദ്ര്യങ്ങളായാലും എല്ലാം മാറി കിട്ടും. പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ സ്കൂൾ ലൈഫ് തൊട്ട് തന്നെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലും അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇതായത് ഈ ഉണ്ടാകുന്ന ഫീലിങ്സ് ഇറ്റ്സ് നോർമൽ ആൻഡ് ദേ ലേൺ ഹൗ ടു കൺട്രോൾ ഇറ്റ്. ഓക്കെ, ഇതിൽ നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ 2 പേർക്കും ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ 2 പേർക്കും ഫ്രീ ആക്കുക. ഓക്കെ, 2 പേർക്കും ചാർജ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ലേഡീസ് അവിടെ നിന്ന് പോകും. ബിക്കോസ് ദേ നോ ദാറ്റ് ദ ഗെയിം വർക്ക്സ് അറൗണ്ട് ദം. അവരുടെ മൈൻഡ് സെറ്റിനെ ചുറ്റിപ്പറ്റിയാണ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. സൊസൈറ്റിയിലെ പല കാര്യങ്ങളും ലേഡീസിൻ്റെ ഇൻ ഫേവർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അടിച്ചുറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ലേഡീസിന് ചില മേഖലകളിൽ, ചില പർട്ടിക്കുലർ ഫീൽഡുകളിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇറ്റ്സ് ദ ട്രൂത്ത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം കൊച്ചു പ്രായത്തിൽ തൊട്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലായിട്ടുള്ള വികാരമാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക. ഓക്കെ, അല്ലാതെ നമ്മൾ അമേരിക്കക്കാരെ പോലെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അത് എന്താണെന്ന് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിപ്പിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ കുറച്ചൊന്ന് ഫ്രീഡംസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആഫ്റ്റർ 18 years ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പീപ്പിൾ കുഡ് ഓക്കെ അവരുടെ നോർമൽ ലൈഫ് ജീവിക്കാനായിട്ട്, ഹൗ യു ആർ സപ്പോസ് ടു ലിവ് അക്കോർഡിംഗ് ടു നേച്ചർ, അത് നമുക്ക് ലീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതൊരു വീഡിയോയിൽ തീരുന്ന കാര്യങ്ങളല്ല, ഇതിൽ ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണൽ ട്രേറ്റ്സ് വരാനുണ്ട്. സോഷ്യലായിട്ടുള്ള കൺഫ്ലിക്റ്റ്, സോഷ്യലായിട്ടുള്ള ഇഷ്യൂസ്, സോഷ്യൽ സ്റ്റിഗ്മ, സോഷ്യൽ ടാബു. സോ ഓൾ ദിസ് കമ്പൈൻഡ്, ഓക്കെ, ഓൾ ദിസ് കമ്പൈൻഡ് വി ഗെറ്റ് ദിസ് പ്രോബ്ലം. വെൻ വി കമ്പൈൻ ഓൾ ഓഫ് ദാറ്റ് വി ഗെറ്റ് പ്രോബ്ലംസ് ലൈക്ക് ദിസ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വീഡിയോ കൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വി നീഡ് ടു അനലൈസ് ഇറ്റ് ഇൻ ഡെപ്തായിട്ട് നമ്മളിതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലുള്ള നമുക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഐ വിൽ മേക്ക് വീഡിയോസ് ഓൺ ദ ടോപ്പിക്. മേ ബി ഒരു 4-5 വീഡിയോസിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു സ്റ്റാർട്ട് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. ഡെഫിനറ്റ്ലി ന്യൂ വീഡിയോസ് വിൽ കം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ബൈ ബൈ.